നമസ്കാരം. പാരഡി പാട്ടിൽ കേസില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ വരെ എല്ലാവരെയും പൊക്കും, ഇപ്പൊ കേസെടുക്കും, FIR ഇടും, വിദേശത്തുള്ളവരെ വിളിച്ചു വരുത്തും, അവരുടെ കമ്പനിയെ അറിയിച്ച് ജോലി കളയിക്കും തുടങ്ങിയ കാര്യങ്ങൾ കേട്ടു. CPM-ന് ചൊറിച്ചിലും അസഹിഷ്ണുതയുമാണെങ്കിൽ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ സാധാരണ മനുഷ്യർക്കുണ്ട്. അതൊക്കെ ഇവിടെ പ്രകടമാക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പാട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പലരും കേട്ടു. ഇപ്പോൾ ഈ പാട്ട് റീച്ചായിട്ട് ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്, മില്യൺ കണക്കിന് ആൾക്കാർ യൂട്യൂബിൽ തെരഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരി സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന വരിയാണ്. കറക്റ്റായിട്ട് അത് സഖാക്കളിൽ തന്നെ ചെന്നുകൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ഈ അസഹിഷ്ണുത. ഈ രാജു അബ്രഹാം അല്പം വിവരവും കാര്യം അറിയാവുന്ന വ്യക്തിയൊക്കെയാണ് എന്നാണ് പൊതുവെ നമ്മൾ ധരിച്ചിരുന്നത്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തിന് എന്തിന്റെ കേടാണെന്ന് മനസ്സിലാകുന്നില്ല. ഇനി ആരെങ്കിലും പറഞ്ഞു ചെയ്യിച്ചതാണോ എന്നും അറിയില്ല. ഇതൊക്കെ അതിന്റെ വഴിക്ക് വിടണം. പാട്ടിന്റെ വഴിക്ക് വിട്ടിരുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ ഈ പാട്ട് സഖാക്കൾക്കിട്ട് അന്യായ വെപ്പാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തൊക്കെയായാലും ശരി, ഈ പാട്ടങ്ങ് ഹിറ്റായി. പാട്ടിനെ അതിന്റെ വഴിക്ക് വിട്ടിരുന്നു എങ്കിൽ 3-4 ദിവസം അന്തരീക്ഷത്തിൽ കറങ്ങി അത് അതിന്റെ പാട്ടിന് പോകുമായിരുന്നു. ഇതിപ്പോൾ ലോകം മൊത്തം കേൾപ്പിച്ചു. കുട്ടികളടക്കം കേൾക്കാത്തവർ പോലും തിരഞ്ഞു പിടിച്ച് കേൾക്കുന്നു. അയ്യപ്പന്റെ സ്വർണം കട്ടവർ പുണ്യാളന്മാർ, അതിനെതിരെ പാട്ടുപാടിയവർ കുറ്റവാളികളും. അധികാരം ഉപയോഗിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. സ്വർണം കട്ടവരൊക്കെ വലിയ പുണ്യാളന്മാരും അത് ഒരു പാട്ടായിട്ടൊരു പാരഡി ആയിട്ട് എഴുതിയത്. ചില പോസ്റ്റുകളൊക്കെ കാണാം. ഇനിയിപ്പോ കുഞ്ചൻ നമ്പ്യാരെ എങ്ങനെ അറസ്റ്റ് ചെയ്യും? മരിച്ചുപോയില്ലേ? അതുപോലെ VD രാജപ്പനും മരിച്ചുപോയി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. നേരത്തെ പാരഡിയൊക്കെ എഴുതിയിരുന്ന, ഇപ്പോഴുന്നുണ്ടോന്ന് അറിയില്ല, നാദൃഷ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹമൊക്കെ സൂക്ഷിച്ചിരിക്കും, നന്നായിരിക്കും. കേന്ദ്ര ഗവൺമെന്റ് സിനിമ വിലക്കുമ്പോൾ അലമുറയിട്ട് കരയുന്ന കമ്മികളാണ് ഒരു പാട്ടിനെ പേടിച്ച് കരഞ്ഞ് പോലീസിനോട് പരാതി പറയുന്നത്. 4 വരി പാട്ടിൽ ഒലിച്ചുപോയ ഒരു പാർട്ടി ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്ന് നമ്മുടെ സുഹൃത്ത് എഴുതിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. 4 വരി പാട്ടിൽ പാർട്ടി അങ്ങ് ഒലിച്ചുപോയി. പാർട്ടിയുടെ എല്ലാവിധ സിദ്ധാന്തങ്ങളും തകർന്നുപോയി. പാർട്ടിക്ക് വേറൊന്നും പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ആ ഒറ്റ വരി, സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. നമ്മളത് ആവർത്തിക്കുന്നു. ഇനി കേസെടുത്താലും കുഴപ്പമില്ല. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്നത്. കാരണം N. വാസു സഖാവാണ്. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ട് CPM-ന്റെ നിരന്തര സഹയാത്രികനും പ്രവർത്തകനുമാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാർ, അദ്ദേഹം അകത്താണ്, വാസുവും അകത്താണ്. വാസു അകത്തിരുന്നോടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. A. പത്മകുമാർ അദ്ദേഹവും സഖാവ് തന്നെയാണ്. അദ്ദേഹം മുൻ MLA ആണ്. അതുപോലെ തന്നെ പാർട്ടിയുടെ സ്വന്തം സഹചാരിയാണ്. ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പാർട്ടി CPM നടപടിയൊന്നും എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ ഇവർ സഖാക്കള് അല്ലാതെ ചുമ്മാ വഴി കൂടെ പോകുന്നവരാ, നീ സഖാവാണോ, വാ പിടിച്ച് ജയിലിടാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണോ? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണം ആയതുകൊണ്ട് മാത്രം യുവമാരൊക്കെ അകത്തായി. നേരത്തെ കോൺഗ്രസിന്റെ ആരൊക്കെയോ ഇതിനകത്ത് ചില സംഘടന, ഫെഡറേഷന്റെ ഒക്കെ പറയുന്നു. ആയിക്കോട്ടെ, ആരുമാകട്ടെ. എന്തായാലും ഈ പ്രധാനപ്പെട്ട 2 പേർ സഖാക്കൾ തന്നെയാണല്ലോ. അപ്പം സ്വർണം കണ്ടത് സഖാക്കൾ തന്നെയാണ് എന്ന് ഉറപ്പ്. അപ്പൊ പിന്നെ ആ പാട്ട് പാടുന്നതിന് എന്താ കുറ്റം? ഒരു കുറ്റവുമില്ല. എല്ലാവരും പാടും, ഇഷ്ടം പോലെ പാടിക്കൊണ്ടിരിക്കും. ഇവിടെ നിരീശ്വരവാദികളായ സഖാക്കളുടെ രാഷ്ട്രീയ വികാരം എങ്ങനെ വ്രണപ്പെട്ടു എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ പാട്ടും പരിഹാസവും വിമർശനങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതെങ്ങനെ ഒരു കുറ്റകൃത്യമാകും എന്ന ചോദ്യമുണ്ട്. അയ്യപ്പനെ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന ഏതൊരാൾക്കും വേദനാജനകമായ സംഭവം ശബരിമലയിൽ നടന്നപ്പോൾ സമയോചിതമായി ഒരു ഭക്തന്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു വികാര പ്രകടനമാണ് ഗാനം. അയാൾ ഏത് മതസ്ഥനുമായിക്കോട്ടെ, ഒരു വികാര പ്രകടനം തന്നെയാണ്. പിന്നെ പോറ്റി എന്ന് പറയുന്നത് അതൊരു സമൂഹത്തെ പറയുന്നതാണ്. പോറ്റിമാർ എന്ന സമൂഹത്തെ പറയുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് പോറ്റിയുടെ പേരില്ല. അത് വേണമെങ്കിൽ ഒരു ഒരു മോശം പ്രയോഗമായിട്ട് വേണമെങ്കിൽ കരുതാം. അതിലും തെറ്റൊന്നുമില്ല. എത്രയെത്ര മനോഹരങ്ങളായ ഭക്തിഗാനങ്ങളൊക്കെ തന്നെ പാരഡികളായി മാറ്റിയിട്ടുണ്ട്. മരുതമലയും മാമനെയും മുരുകയ്യ എന്ന് പറഞ്ഞ VD രാജപ്പന്റെ പാട്ട്, അത് കല്ലെടുത്ത് കീച്ചരുടെ നാട്ടാരെ എന്ന് പറഞ്ഞാണ്. അത് ഇന്നത്തെ മാതൃഭൂമിയിലുണ്ടായിരുന്നതിന്റെ. ഞാൻ ആ കഥാപ്രസംഗമൊക്കെ കേൾക്കാൻ പോയിട്ടുള്ള ആളാണ്. VD രാജപ്പൻ എന്റെ നാട്ടുകാരൻ. തീർച്ചയായിട്ടും ആളുകൾ ഇനിയും ചിലപ്പോൾ പാരഡി എഴുതും. സഖാക്കൾക്ക് ചൊറിയുന്നുണ്ടെങ്കിൽ മാറിയിരുന്ന് ആഞ്ഞ് ചൊറിഞ്ഞു പൊട്ടുന്നവരെ ചൊറിഞ്ഞോളൂ. ആവിഷ്കാര സ്വാതന്ത്ര്യം, പാട്ട്. ആലോചിച്ച് നോക്കൂ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, പാട്ടമാക്കി തുടങ്ങിയ നാടകങ്ങൾ, അതിലൂടെയൊക്കെ തന്നെ കമ്മ്യൂണിസത്തെ കുറിച്ചും അല്ലെങ്കിൽ അത്തരം ആശയങ്ങളെ കുറിച്ചൊക്കെ കലാരൂപങ്ങൾ ധാരാളം എഴുതി. വയലാർ എത്ര പാട്ടെഴുതി, ദേവരാജൻ മാഷ് എത്ര പാട്ടുകൾ സംവിധാനം ചെയ്തു. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ ഇവന്മാർക്കെതിരെ ആയപ്പോ അവന്മാർക്ക് അങ്ങ് കൊണ്ടു. ഉടനെ പരാതി രാജു അബ്രഹാമിനോടാണ്. അങ്ങ് വളരെ പരിണിതപ്രജ്ഞനായ നേതാവാണ്. എനിക്ക് വളരെ അടുത്ത അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ ഇതിന്റെ ഭാഗമായി നിൽക്കുകയാണെങ്കിൽ വളരെ സങ്കടകരമാണ് അവസ്ഥ.